ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്നാക്സ് റെസിപ്പിയായിട്ടാണ്. തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇത് അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, സ്വല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസും ആയി പോകരുത്. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ്. സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ നാരങ്ങാ നീര് സ്വല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഈ മാവിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് 2 വശവും നല്ലോണം മുക്കിയിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം. 2 വശവും നല്ലോണം മുരിയിച്ചെടുക്കണേ. സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.